ഹമാസ് ഇസ്രായേലിൽ ആക്രമണം നടത്തുകയും ഇസ്രായേലിന്റെ തിരിച്ചടി ആരംഭിക്കുകയും ചെയ്ത സമയത്ത് നമ്മളൊക്കെ ഒരുപാട് വീഡിയോകൾ അതിനെക്കുറിച്ച് ചെയ്തതാണ്. അന്ന് പല വീഡിയോകളിലും ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം, ഇസ്രായേൽ ഒരിക്കലും ഗാസയെ വിട്ടുകൊടുക്കില്ല. കാരണം ഇസ്രായേലിന് അത്രയും വലിയ സുരക്ഷാ ഭീഷണി ആ ഒരു റീജിയൺ ഉണ്ടാക്കുന്നുണ്ട്. അന്ന് ഒരുപാട് പേര് അതിനെ എതിർത്തുകൊണ്ടൊക്കെ സംസാരിച്ചു. അതായത് അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ വിചാരിച്ചാൽ ഗാസ പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞവരുണ്ട്. ഇസ്രായേലിന്റെ ഉദ്ദേശം അതല്ല എന്ന് പറഞ്ഞവരുണ്ട്. അന്ന് നമ്മൾ ആ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ ഒരുപാട് പേര് ഇതൊക്കെ വെറും തള്ളാണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. ഗാസ പിടിച്ചെടുക്കുന്നതിനായിട്ടുള്ള സൈനിക നടപടി വിപുലീകരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി. അതായത് ഇസ്രായേൽ കാറ്റ്സ് ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. പിടിച്ചെടുക്കുന്ന പ്രദേശങ്ങൾ ഇസ്രായേലിന്റെ സുരക്ഷാ മേഖലയ്ക്കൊപ്പം ചേർക്കുമെന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ പ്രദേശങ്ങളാണ് കൂട്ടിച്ചേർക്കാൻ പോകുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗാസയുടെ വലിയ പ്രദേശങ്ങൾ ഇസ്രായേൽ പിടിച്ചെടുക്കും. പൂർണ്ണമായും അത് ഇസ്രായേലിന്റെ ഭാഗമാക്കുകയും അവിടെ ഇസ്രായേലികൾ വന്ന് താമസിക്കാൻ തുടങ്ങുകയും ചെയ്യും. ഗാസയുടെ ഒരു ചെറിയ ഭാഗത്ത് അവശേഷിക്കുന്ന അവിടെയുള്ള ജനങ്ങൾക്കായിട്ട് മാറ്റിവെക്കുകയും ചെയ്യും. അവരവിടെ ജീവിക്കും കുറെ കാലം. പക്ഷെ ആ പ്രദേശവും നിയന്ത്രിക്കുന്നത് ഇസ്രായേൽ ആയിരിക്കും. എന്ന് വെച്ചാൽ ഗാസ പൂർണ്ണമായും ഇസ്രായേലിന്റെ നിയന്ത്രണത്തിൽ ആയിരിക്കുമെന്ന്. ഗാസ മാത്രമാണോ ഇസ്രായേൽ നിയന്ത്രിക്കാൻ പോകുന്നത്? അല്ല. വെസ്റ്റ് ബാങ്ക് ഓൾറെഡി ഇസ്രായേലിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. ഇതിനു പുറമെ ജോർദാന്റെയും ഒപ്പം സിറിയയുടെയും ചില പ്രദേശങ്ങൾ മുൻപ് നടന്ന പല യുദ്ധങ്ങളിലായിട്ട് ഇസ്രായേൽ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ ഇസ്രായേൽ തന്നെ കയ്യിൽ വെച്ചിട്ടുണ്ട്. കൂടാതെ സിറിയയുടെ ഒരു വലിയ ഭാഗമോ ചിലപ്പോൾ സിറിയ മുഴുവനായോ പോലും ഇസ്രായേൽ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് പറഞ്ഞത് ഇസ്രായേൽ വളരെ ചെറുതാണെന്നും അതിനെ വലുതാക്കേണ്ട കാലം എത്തിയെന്നുമാണ്. ഈജിപ്തിന്റെ കൈകളിലുള്ള ഇസ്രായേലുമായി ചേർന്ന് കിടക്കുന്ന സിനായി പ്രവിശ്യ, ഇത് വളരെ മുമ്പ് പല യുദ്ധങ്ങളിലും ഇസ്രായേൽ അവരുടെ പിടിയിലേക്ക് എടുത്തിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇത് ചിലപ്പോൾ പൂർണ്ണമായിട്ടും ഈജിപ്റ്റ് സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ചിലപ്പോൾ ഇസ്രായേലിന് കൈമാറാൻ സാധ്യതയുണ്ട്, ഒരു സമാധാനത്തിന്റെ ഭാഗമായിട്ട്. അതിന്റെ പിന്നിൽ നമ്മൾ ചിന്തിച്ചാൽ അമേരിക്കയുടെ സമ്മർദ്ദ ഫലമായി, ഇസ്രായേലിന്റെ സമ്മർദ്ദ ഫലമായിട്ട് ചിലപ്പോൾ സുയസ് കനാലിനപ്പുറത്തുള്ള ഈ ഒരു പ്രദേശം, സിനായി പ്രദേശം പൂർണ്ണമായിട്ടും ഇസ്രായേലിന് കിട്ടാനും സാധ്യത കാണുന്നുണ്ട്. ഇത് ഇസ്രായേൽ കുറെ കാലമായിട്ട് ശ്രമിക്കുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ സുയസ് കനാലിന്റെ നിയന്ത്രണം കൂടി തങ്ങൾക്ക് കിട്ടുമോ എന്ന് ഇസ്രായേൽ ആലോചിക്കുന്നുണ്ട്. അതിന്റെ കാരണം ഇത് യൂറോപ്പിന്റെയും അമേരിക്കയുടെയും ആവശ്യമാണ്. കാരണം ഇസ്രായേലിന്റെ നിയന്ത്രണത്തിൽ സുയസ് കനാൽ ഉണ്ടെങ്കിൽ ഒരു കാലത്തും ചരക്ക് നീക്കം ആർക്കും തടയാൻ കഴിയില്ല. മറിച്ച് ഈജിപ്തിലെ ഭരണകൂടങ്ങൾ മാറുന്നതിനനുസരിച്ച് അവരുടെ നിലപാടുകളും മാറാം. നാളെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും എതിരായിട്ടുള്ള ഒരു ഭരണകൂടം അവിടെ അധികാരത്തിൽ വന്നാൽ അന്ന് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് സുയസ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഇസ്രായേലിന്റെ കൈകളിലേക്ക് എത്തുന്ന രീതിയിൽ കാര്യങ്ങൾ ഭാവിയിൽ മാറിക്കൂടാ എന്നില്ല. ഇപ്പോഴത്തെ ഇസ്രായേൽ ശരിയാണ്, വളരെ ചെറുതാണ്. ഘട്ടം ഘട്ടമായിട്ട് അതിനെ വലുതാക്കാനുള്ള പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അമേരിക്കയുടെ പൂർണ്ണമായ പിന്തുണ ഇസ്രായേലിന് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഇന്ത്യക്ക് ഈ ഒരു പിന്തുണ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കും പലതും ചെയ്യാൻ കഴിയുമായിരുന്നു. പിന്തുണ എന്ന് പറയുമ്പോൾ നമുക്ക് അമേരിക്ക ആയുധങ്ങൾ തരണ്ട, പൈസ തരണ്ട, ഒന്നും വേണ്ട. അമേരിക്ക ഇന്ത്യയെ എതിർക്കാൻ വരാതിരുന്നാൽ മാത്രം മതി. എന്ന് വെച്ചാൽ അന്താരാഷ്ട്ര വേദികളിൽ അമേരിക്കയും യൂറോപ്പും ഒന്നും ഇന്ത്യയെ എതിർക്കാതിരുന്നാൽ പോലും നമുക്ക് ചെയ്യാൻ പലതും സാധിക്കും. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇസ്രായേലിന് കിട്ടുന്ന ഒരു സപ്പോർട്ട് എന്തായാലും നമുക്ക് ലോകത്ത് കിട്ടാൻ ഒരു സാധ്യതയുമില്ല. കാരണം ഇസ്രായേലിന്റെ ചരിത്രം ഡിഫറൻ്റ് ആണ്. നമ്മൾ ഒറ്റയ്ക്ക് തന്നെ വഴി വെട്ടേണ്ടി വരും. എന്തായാലും ഇസ്രായേൽ അവരുടെ രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടുകയാണ്. ഡൊണാൾഡ് ട്രംപിനും ചില ആഗ്രഹങ്ങളുണ്ട്. അമേരിക്കയുടെ വലിപ്പം ഇനിയും കൂട്ടണമെന്ന്. കാനഡയെയും ഗ്രീൻലാൻഡിനെയും ഒക്കെ അദ്ദേഹം ലക്ഷ്യമിടുന്നത് അവിടെയാണ്. ഇന്ത്യക്കും ചിലപ്പോൾ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞേക്കും. എന്തായാലും ഇനി ഒരിക്കലും ഹമാസിനെ ഇസ്രായേൽ വളരാൻ അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. എന്ന് മാത്രമല്ല, പാലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ ഭാവി എന്താകുമെന്നതും കണ്ടു തന്നെ അറിയണം. പൂർണ്ണമായും അത് ഇസ്രായേലിന്റെ ഭാഗമായി പോകാൻ പോലും സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ.